ആശാൻ്റെ കവിത്വത്തെപ്പറ്റി പറയുമ്പോൾ ഈ വസ്തുത സ്വാതന്ത്ര്യ സമരം കേരളത്തിൽ വേരുറച്ച് വളരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. 1918 ഒരു അന്നത്തെ കൊച്ചി മഹാരാജാവിൻ്റെ ഒരു വിളംബരമുണ്ട്, കുടുമ കെട്ടാത്ത പുരുഷന്മാരും മേൽവസ്ത്രം ധരിച്ച സ്ത്രീകളും അമ്പലത്തിൽ കയറിക്കൂടാ എന്ന്. താൻ ചൊല്ലിയ 2 വരി ശ്ലോകങ്ങൾ കൃത്യമായി അതിനോട് ചേരുന്ന മട്ടിൽ ഈ ശിഷ്യൻ, ഈ കുട്ടി പൂരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സന്തുഷ്ടനായ ഗുരു അയാളോട് പറഞ്ഞത് എനിക്ക് നിന്നെ വേണം എന്നാണ്. 1903 തിരുവനന്തപുരത്ത് കമലാലയ എന്നു പേരായ ഒരു ബംഗ്ലാവിൽ വെച്ചാണ് കുറേ പ്രതിനിധികളെ 10-50 പ്രതിനിധികളെ വിളിച്ചു കൂട്ടി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അദ്ദേഹം രൂപീകരിക്കുന്നത്. അതാണ് SNDP ആയിത്തീരുന്നത്. ആശാൻ ഈഴവ സമുദായത്തിൽ താരതമ്യേന താണ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ആശാനെ പറ്റിയുള്ള അനുസ്മരണങ്ങൾ അത് പറയുന്നുണ്ട്. ഏതോ ഒരു ഈഴവ പ്രമാണിയുടെ വീട്ടിൽ കല്യാണത്തിന് കവിയായ ആശാനെ ക്ഷണിച്ച് അദ്ദേഹം ചെന്നു കഴിഞ്ഞപ്പോൾ ഈഴവ പ്രമാണിമാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരായ ആളുകളിരിക്കുന്ന പന്തിയിൽ ഇരിക്കാൻ ആശാനെ അനുവദിച്ചില്ല. നിങ്ങൾ ചണ്ടാലഭിക്ഷയിൽ ഏതെങ്കിലും വരി എടുത്തിട്ട് പുല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ എന്നുള്ള വരികൾ എടുത്തതിലോ ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ എന്നുള്ള വരികളൊക്കെ എടുത്തുദ്ധരിച്ച് ഇത് ആശാൻ്റെ വരികളാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഇത് ആശാൻ്റെ വരികളല്ല, ആശാൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ വരികളാണ്. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലുമുള്ള എഴുത്തുകാരിൽ 2 പേരെ വീതം മാനിക്കാൻ തീരുമാനിച്ചു. മദ്രാശി സർവകലാശാലയുടെയാണ് മലയാളത്തിൽ ആരെയൊക്കെ മാനിക്കണം എന്നുള്ളത് നിശ്ചയിക്കാൻ കൽപ്പിച്ചത്. 2 പേരെയാണ് തിരഞ്ഞെടുത്ത്, മഹാകവി വള്ളത്തോളിനെയും മഹാകവി കുമാരനാശാനെയും. ആശാൻ സന്യാസിയായി കഴിഞ്ഞാൽ സച്ചിദാനന്ദ സ്വാമി എന്ന പേര് സ്വീകരിക്കും എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ 1903 SNDPയുടെ ജനറൽ സെക്രട്ടറി ആയി തീർന്നതിന് ശേഷം, ആലുവായിൽ ഓട്ട് കമ്പനി സ്ഥാപിച്ചതിന് ശേഷം ഒക്കെ ആശാൻ സന്യാസത്തിൽ നിന്ന് അകലുകയാണ് ചെയ്തത്. ചിന്നസ്വാമി എന്ന ബഹുമതി അദ്ദേഹത്തിന് അനഭിമതമായി തീർന്നു. വിലയേറുമെന്തോ കളഞ്ഞു കേഴും നിലയർന്ന ബാലയും വീട് പൂക്കി അവൾ പിന്നെ അത്യന്ത ഖിന്നയായി അവശയായി പ്രത്യക്ഷ ഹേതുവന്യേ എന്ന് ആശാൻ എഴുതി. ഇവിടെ നിങ്ങൾ സ്വയം ഒരു വായനക്കാരൻ എന്നുള്ളതിൽ ചോദ്യം ചോദിക്കുന്നത്, വിലയേറുന്ന എന്താണ് അവൾക്ക് നഷ്ടപ്പെട്ടത്? ആശാൻ്റെ കാവ്യങ്ങളിലെ സ്നേഹസങ്കല്പം എന്നല്ല പറയേണ്ടത്, ആശാൻ്റെ കാവ്യങ്ങളിലെ കാരുണ്യം എന്നാണ് പറയേണ്ടത്. ഇത് ബുദ്ധകാരുണ്യം ആണ്, ഇത് നാരായണ ഗുരുവിൽ നിന്ന് ലഭിച്ച കാരുണ്യം ആണ്. ഈ കാരുണ്യം ആണ് ആശാനെ അനശ്വരനായ കവിയാക്കി മാറ്റിത്തീർക്കുന്നത്. പലപ്പോഴും വള്ളത്തോളിൻ്റെ സ്വാതന്ത്ര്യബോധത്തെപ്പറ്റി അല്ലെങ്കിൽ ഉള്ളൂരിൻ്റെ സ്വാതന്ത്ര്യബോധത്തെപ്പറ്റി പറയുന്ന പോലെ ആശാൻ്റെ സ്വാതന്ത്ര്യബോധത്തെപ്പറ്റിയും പറയുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ ഇനിയും വെച്ച് പുലർത്താൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത്? അതിന് കൃത്യമായ തെളിവുകൾ എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. 1873 ജനിച്ച ആശാൻ 1924 ആണ് മരിക്കുന്നത്, തൻ്റെ 53ാമത്തെ വയസ്സിൽ. 1924 ജനുവരി 16 റെഡീമർ ബോട്ട് അപകടത്തിൽ ആശാൻ മരിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം
കേരളത്തിൽ ശക്തിയായി ആരംഭിക്കുന്നതും പ്രക്ഷോഭങ്ങളുടെ മാർഗം സ്വീകരിക്കുന്നതും അതിനുശേഷമാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് പഞ്ചാബിലും ബംഗാളിലും മഹാരാഷ്ട്രയിലും ഒക്കെ തുടക്കം തന്നെ ചില അലയിളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷെ കേരളത്തിൽ അതുണ്ടായിട്ടില്ല. കേരളത്തിൽ അങ്ങനെയൊരു സംരംഭത്തിലേക്ക്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രക്ഷോഭങ്ങളിലേക്ക് കേരളം വരുന്നത് 1924 ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ്. വക്കം സത്യാഗ്രഹം തുടങ്ങുന്ന കാലത്തോടു കൂടിയാണ്. വക്കം സത്യാഗ്രഹം തുടങ്ങുന്നതിന് 2.5 മാസം മുമ്പ് കുമാരനാശാൻ മരിച്ചു. വക്കം സത്യാഗ്രഹത്തിന് ശേഷം പിന്നെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉപ്പു സത്യാഗ്രഹം വരുന്നത്. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം വരുന്നത്. അതിനുശേഷമാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപപ്പെട്ട് അതിൻ്റെ ഒരു വിഭാഗം 2 വർഷത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്നുണ്ട്. 1942 കയ്യൂർ സമരം നടക്കുന്നത്. ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുന്നത്. പിന്നെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സമരവും വയലാർ സമരവും ഒക്കെ നടക്കുന്നത്. ഇതൊക്കെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഉണ്ടായ ചലനങ്ങൾ. ഈ ചലനങ്ങളിൽ ആദ്യത്തേത് ആരംഭിക്കുന്നതിന് 2 മാസം മുമ്പ് കുമാരനാശാൻ അന്തരിച്ചു എന്നുള്ള സത്യം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഓർക്കാതെയാണ് വള്ളത്തോളിനെ പോലെയും ഉള്ളൂരിനെ പോലെയും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വക്താക്കളുടെ കൂട്ടത്തിൽ കുമാരനാശാനെ ഉൾപ്പെടുത്തുന്നത്. അത് ആശാനെ തെറ്റായ രീതിയിൽ കാണുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. പല നിരൂപകന്മാരും അത് ശ്രദ്ധിക്കാറില്ല. ഈ കാലയളവ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് ശ്രദ്ധിക്കാറില്ല. 1924 വക്കം സത്യാഗ്രഹം, 29 ഉപ്പു സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം, 35 കോൺഗ്രസ് 37 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു വിഭാഗം പിന്നീട് സോഷ്യലിസ്റ്റുകളായി മാറിത്തീരുന്നുണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ കീഴിൽ. മറ്റൊരു വിഭാഗം പി കൃഷ്ണപിള്ളയുടെയും AKGയുടെയും നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായി മാറിത്തീരുന്നുണ്ട്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുന്നത്. 42 അവസാനമാണ് കയ്യൂർ സമരം നടക്കുന്നത്. 46 വയലാർ സമരം നടക്കുന്നത്. ഈ സംഭവബഹുലമായ കാര്യങ്ങളിലൊന്നും ജീവിച്ചിരിക്കാത്ത ആശാൻ ഇങ്ങനെ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് ആശാൻ്റെ സ്വാതന്ത്ര്യ ബോധം എന്ന് പറയുന്നതിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതൊരു കവിയുടെ കുറ്റമൊന്നുമാണ് എന്നാർക്കും പറയാൻ പറ്റില്ല. നമ്മളുടെ ചുറ്റും കാണുന്ന സാധാരണ സംഭവങ്ങളെ, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റങ്ങളെ ഒക്കെ പകർത്തുക എന്നുള്ളത് ഒരു കവിയുടെ ചുമതലയൊന്നുമല്ല. പകർത്താറുണ്ട് എന്നുള്ളത് ശരിയാണ്. പകർത്തുന്നത് കൊണ്ട് തെറ്റുണ്ട് എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പകർത്തിക്കൊള്ളണം എന്നൊരു നിർബന്ധവുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ട് സ്വാതന്ത്ര്യം നേടുന്ന 1947 സ്വാതന്ത്ര്യം നേടുന്ന വരെയുള്ള കാലഘട്ടത്തിൽ ആണ് ചങ്ങമ്പുഴ കവിത എഴുതിയത് മലയാളത്തിൽ. ചങ്ങമ്പുഴ കവിത വായിച്ചു കഴിഞ്ഞാൽ ഗാന്ധി എന്നൊരാൾ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന വിവരം ചങ്ങമ്പുഴ അറിഞ്ഞിരുന്നു എന്നുള്ളതിന് ഒരു തെളിവും നമുക്ക് കിട്ടില്ല. ഗാന്ധി എന്നൊരാൾ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം, ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്നു എന്നൊരു കാര്യം, ബാലഗംഗാധര തിലകൻ എന്നൊരാൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, ഇതൊന്നും ചങ്ങമ്പുഴ അറിഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ കവിത വായിച്ചാൽ നമുക്ക് തോന്നില്ല. അതുകൊണ്ട് ചങ്ങമ്പുഴ മോശപ്പെട്ട കവിയാവണമെന്നുണ്ട്. ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ വൃത്തത്തിലാക്കി വിതറുക എന്നുള്ളതല്ല ഒരു കവിയുടെ ധർമ്മം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഗംഭീരമായി ചെയ്ത ആളാണ് വള്ളത്തോൾ.
പക്ഷെ അത് ശഠിക്കാൻ പറ്റില്ല. ആ നിലയിൽ ആശാൻ്റെ കവിത്വത്തെപ്പറ്റി പറയുമ്പോൾ ഈ വസ്തുത, സ്വാതന്ത്ര്യ സമരം കേരളത്തിൽ വേരുറച്ച് വളരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ എന്താണ് ആശാൻ്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള സങ്കല്പം? നമുക്കറിയാം, ജാതിയുടെ പേരിലുള്ള എല്ലാ ആസുരതകളും കൊടികുത്തി വാണിരുന്നൊരു കാലഘട്ടത്തിലായിരുന്നു ആശാൻ ജീവിച്ചിരുന്നത്. ആശാൻ ജീവിച്ചിരുന്ന കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാളാവട്ടെ തികച്ചും യാഥാസ്ഥിതികനായ ഒരു ഭരണാധികാരിയായിരുന്നു. തികച്ചും യാഥാസ്ഥിതികനായ ഭരണാധികാരിയായിരുന്നു. കൊച്ചിയിലെ സ്ഥിതിയും ഏറെക്കുറെ അതുപോലെ തന്നെയായിരുന്നു. 1918 ഒരു അന്നത്തെ കൊച്ചി മഹാരാജാവിൻ്റെ ഒരു വിളംബരം കൊണ്ട് കുടുമ കെട്ടാത്ത പുരുഷന്മാരും മേൽവസ്ത്രം ധരിച്ച സ്ത്രീകളും അമ്പലത്തിൽ കയറിക്കൂടാ എന്ന്. 1918 ഈ കൽപ്പന വരുന്നത്. എന്തൊരു യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടായിരുന്നു ഭരണാധികാരികൾക്ക് അക്കാലത്തുണ്ടായിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ ഒരു ഘട്ടത്തിലാണ് കുമാരനാശാൻ ജനിച്ചത്. 1873 ജനിച്ച ആശാന് നാട്ടിൻപുറത്തെ വളരെ പ്രാഥമികമായ വിദ്യാഭ്യാസം മാത്രമേ കിട്ടിയുള്ളൂ. ഒരു താണ ഇടത്തരം കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛന് അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലെ അല്പം കൃഷിയുണ്ടായിരുന്നു. ആ കൃഷിയിൽ നിന്നുള്ള ആദായം കൊണ്ട് കഷ്ടിച്ച് 1-2 മാസം ജീവിക്കാം, അത്രയേ ഉള്ളൂ. വളരെ ദാരിദ്ര്യമായിരുന്നു വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തമിഴ്നാട്ടിൽ പോയി നൂല് വാങ്ങിക്കൊണ്ടുവന്ന് വീടിൻ്റെ ഇറയത്ത് ഇട്ടിരുന്ന തറിയിൽ കച്ചമുണ്ട് നെയ്തിട്ട് അത് ഗ്രാമാന്തരം കൊണ്ടു നടന്ന് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. സാമാന്യം വലിയ കുടുംബവുമായിരുന്നു. ആശാന് 7 സഹോദരന്മാരുണ്ടായിരുന്നു. സഹോദരന്മാരായിട്ട് 7 പേരുണ്ടായിരുന്നു. 8 കുട്ടികളും അവരുടെ അമ്മയും അച്ഛനും ചേർന്നൊരു കുടുംബം ഈ നിസ്സാരമായ വരുമാനം കൊണ്ട് കഴിഞ്ഞുകൂടുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് എത്രത്തോളമൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്ന് ഇന്നാരും നമ്മളെ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. തൻ്റെ നാട്ടിൻപുറത്തെ ഒരു പ്രാഥമിക വിദ്യാലയത്തിൽ ഒരു എഴുത്താശാൻ്റെ കീഴിൽ കുറച്ച് ദിവസം പഠിച്ചു. എന്നിട്ട് 14 വയസ്സായപ്പോഴത്തേക്കും 13 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്കൂളിൽ തന്നെ ഏറ്റവും താണ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ ആശാനെ നിയമിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ 3-4 മാസമേ ആശാൻ ആ പണി കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്കും 14 വയസ്സ് കഴിയാത്ത ആളുകളെ അധ്യാപകരായി നിയമിക്കാൻ പാടില്ല എന്നുള്ള സർക്കാർ ഉത്തരവിൻ്റെ പേരിൽ ആശാൻ ആ ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹം ഒരു കച്ചവടക്കാരൻ്റെ കണക്കെഴുതാൻ പോയി. ഇങ്ങനെ പല ദിക്കുകളിലായിട്ടുള്ള ദുഃഖഭരിതമായ ബാല്യം ആണ് ആശാന് ചെയ്യാനുണ്ടായിരുന്നത്. ആ ഇടയ്ക്കാണ് അവിടെ മറ്റൊരു പണ്ഡിതൻ ഒരു സംസ്കൃത പാഠശാല തുടങ്ങിയപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ഈ കുട്ടി അവിടെ ചെല്ലുകയും സംസ്കൃതത്തിൻ്റെ ബാലപാഠങ്ങൾ ഹൃദയസ്ഥമാക്കുകയും ചെയ്തു. കൃത്യം ആ ഘട്ടത്തിലാണ് നാരായണ ഗുരു തൻ്റെ പര്യടനം ആരംഭിക്കുന്നത്. ഗുരുവിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നാട്ടിൽ ചെന്നാലും ആ നാട്ടിലുള്ള ചിത്രകാരന്മാർ, ഗായകന്മാർ, എഴുത്തുകാർ, എന്തിന് ഏതെങ്കിലും ഒരു ജീവിതത്തിൽ തൊഴിലിൽ പ്രാഗൽഭ്യമുള്ള ആളുകൾ അവരൊക്കെ ആയിട്ട് സമ്പർക്കം പുലർത്തും. എല്ലാ തരത്തിലും ചില ദിക്കിൽ ചെല്ലുമ്പോൾ സംഗീതജ്ഞന്മാരായിരിക്കും, ചില ദിക്കിൽ വാദ്യകലാകാരന്മാരായിരിക്കും, ചില ദിക്കിൽ വെടിക്കെട്ടുകാരായിരിക്കും. അവന് ആ വ്യത്യാസമൊന്നുമില്ല. ഏതെങ്കിലും ഒരു തൊഴിലിൽ അല്ലെങ്കിൽ ഒരു കലയിൽ പ്രാവീണ്യം നേടിയ ആളുകളുമായി തൻ്റെ പര്യടനത്തിൻ്റെ ഇടയിൽ നിരന്തരം സമ്പർക്കം പുലർത്തുക എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ ഒരു ലക്ഷ്യം. ആശാൻ ജനിച്ച കായിക്കര എന്ന ഗ്രാമത്തിൽ യാദൃച്ഛികമായി ഗുരു എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചില പ്രമാണിമാരുമൊക്കെ ആയിട്ട് അദ്ദേഹം പരിചയപ്പെട്ടു. അക്കൂട്ടത്തിലൊരു പ്രമാണിയാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഇടയിൽ
കുമാരു എന്നൊരു കുട്ടിയുണ്ട്, അവൻ ശ്ലോകങ്ങളൊക്കെ എഴുതും എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് അവനെ കാണണം എന്നായി ഗുരു. എന്നിട്ട് ചില ആളുകളുടെ സഹായത്തോടു കൂടി കുമാരു ഗുരുവിൻ്റെ മുമ്പിൽ വരികയാണ്. ഗുരുവിൻ്റെ മുമ്പിലെത്തിയ ഈ 13 വയസ്സുകാരൻ, നമുക്കറിയാം അയാൾ എന്തുമാത്രം പരിഭ്രമിച്ചിട്ടുണ്ടാവും എന്ന്. ഗുരു അയാളോട് ചോദിച്ചു, നീ ശ്ലോകമൊക്കെ എഴുതുമല്ലേ എന്ന് ചോദിച്ചു. ഒന്നും കിട്ടിയില്ല. ഗുരുവിനോട് എന്ത് പറയാനാണ്? എന്നിട്ട് ഗുരു ഉടനെ പറഞ്ഞു, എന്നാൽ ഞാനൊരു ശ്ലോകത്തിൻ്റെ 2 വരി ചെല്ലാം, ബാക്കി 2 വരി നീ പൂരിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോഴും ഒന്നും പറഞ്ഞില്ല. ഗുരു 2 വരി ശ്ലോകം ചൊല്ലി. എന്നിട്ട് കുമാരുവിനോട് അത് പൂരിപ്പിക്കാൻ പറഞ്ഞു. വളരെ ലജ്ജയോടുകൂടി തന്നെ വളരെ ശബ്ദം താഴ്ത്തി അയാൾ ആ 2 വരി പൂരിപ്പിച്ചു. ഗുരു ആവശ്യപ്പെട്ടപ്പോൾ അത് ഉറക്കെ ചൊല്ലുകയും ചെയ്തു. അങ്ങനെ തൻ്റെ സമസ്യ, താൻ 2 വരി ശ്ലോകങ്ങൾ, താൻ ചൊല്ലിയ 2 വരി ശ്ലോകങ്ങൾ കൃത്യമായി അതിനോട് ചേരുന്ന മട്ടിൽ ഈ ശിഷ്യൻ, ഈ കുട്ടി പൂരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സന്തുഷ്ടനായ ഗുരു അയാളോട് പറഞ്ഞത്, എനിക്ക് നിന്നെ വേണം എന്നാണ്. എനിക്ക് നിന്നെ വേണം എന്നുള്ള ആ അനുഗ്രഹ വചസ്സാണ് ഈ നാട്ടിൻപുറത്തെ ചെറിയ കുട്ടിയെ നമ്മളുടെ എക്കാലത്തെയും വലിയ മഹാകവിയാക്കി മാറ്റിത്തീർത്തത്. പിന്നീട് ഗുരു പര്യടനത്തിന് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ കുട്ടിയെ വിളിപ്പിക്കുകയും അയാളെ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഗുരുവിൻ്റെ വലം കൈയായി ഉണ്ടായിരുന്നത് ഡോക്ടർ പൽപ്പുവാണ്. ഗുരു പൽപ്പുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കുട്ടിയെ. ഇവനെ പഠിപ്പിക്കാവുന്നത്ര പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. പൽപ്പു അന്ന് മൈസൂറിൽ ഡോക്ടറായിട്ട് ജോലി നോക്കുകയാണ്. ഈ കുട്ടിയെ, ഈ 10-15 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവാണ് ബാംഗ്ലൂർ. അവിടെ രാമരാജ വടയാർ എന്ന പേരിലുള്ള ഒരു സംസ്കൃത കോളേജിൽ ഈ കുട്ടിയെ ചേർക്കുകയാണ് ചെയ്തത്. തർക്കവും സംസ്കൃതവും അതിലെ തന്നെ തർക്കശാസ്ത്രവും പഠിക്കാനാണ് ആശാനെ നിയമിച്ചത്. 3 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സിനാണ് അവിടെ പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ 3-4 മാസം മാത്രമേ ആശാൻ അവിടെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ആരോ കുത്തിപ്പൊക്കി, ഇയാൾ അവർണ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്, സവർണന്മാരെ മാത്രമേ ഈ കോളേജിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അവർണ സമുദായത്തിൽപ്പെട്ട ഈ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. വാശിക്കാരനായ പൽപ്പു ഈ കുട്ടിയെ പിന്നീട് ഇതേപോലെയുള്ള ഒരു കോഴ്സിന് മദ്രാസിയിൽ കൊണ്ടുപോയി ചേർത്തു. പക്ഷെ മദ്രാസിയിലെ കാലാവസ്ഥയും ഭക്ഷണവും ഒക്കെ പിടിക്കാതെ രോഗിയായിത്തീർന്ന ആശാൻ മൈസൂർക്ക് തന്നെ മടങ്ങി വന്നു. ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ പൽപ്പു അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ഈ കുട്ടിയെ കൽക്കട്ടയിലേക്ക് പറഞ്ഞയച്ചു. അന്ന് തർക്കശാസ്ത്രത്തിൽ ഇന്ത്യയിൽ ഉള്ള ഏറ്റവും വലിയ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് 4 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സിന് പഠിക്കാനാണ് പറഞ്ഞു വിട്ടത്. തർക്കവാഗീശ്വരൻ എന്ന ബിരുദത്തിന് വേണ്ടിയിട്ടാണ് കൽക്കട്ടയിലേക്ക് പറഞ്ഞയച്ചത്. കൽക്കട്ടയിൽ ആശാൻ ഗംഭീരമായി വായനയും പഠനവും തുടർന്നു. പക്ഷെ അവിടെയും വിധി ആശാനെതിരായിരുന്നു. പരീക്ഷയുടെ തൊട്ട് മുൻപ് ബംഗാളിൽ പ്ലേഗ് പടർന്നു പിടിക്കുകയും വിദ്യാലയങ്ങളൊക്കെ പൂട്ടുകയും ചെയ്തു. ആശാന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അങ്ങനെ പരീക്ഷ എഴുതാതെ അദ്ദേഹം പണ്ഡിതനായി, പക്ഷെ ബിരുദമില്ലാതെ തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങി വരികയാണ്. തിരിച്ച് കേരളത്തിൽ മടങ്ങി വന്നപ്പോൾ നാരായണഗുരുസ്വാമി അരുവിപ്പുറത്ത് പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് ഇവിടം കേന്ദ്രീകരിച്ച് താമസിക്കുകയാണ്. ഈ അരുവിപ്പുറത്തുണ്ടായിരുന്ന ഒരു ചെറിയ വോളണ്ടിയർ സംഘം ഉണ്ടായിരുന്നു, വാവൂട്ട് സംഘം എന്ന പേരായിട്ട്. എല്ലാ കർക്കിടക മാസത്തിലും വാവിന് ബലിയർപ്പിക്കാൻ പല ദിക്കുകളിൽ നിന്നും ആളുകൾ ഈ സ്ഥലത്ത് വരും. അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വോളണ്ടറി കോർ ആയിരുന്നു ഈ വാവൂട്ട് സംഘം. താൽക്കാലികമായി കെട്ടിപ്പടുക്കുന്ന ഒന്ന്. ഈ കർക്കിടക മാസത്തിലെ വാവ് തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് അവിടുത്തെ ചെറുപ്പക്കാർ ഒന്നിച്ചു കൂടി വന്നു ചേരുന്ന ഈ ബലിതർപ്പണത്തിന് വേണ്ടി വന്നു ചേരുന്ന ആളുകൾക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. വാവുബലി കഴിഞ്ഞ് ഈ ആളുകൾ പല ദിക്കുകളിലേക്ക് പോകുന്നതോടുകൂടി ഈ സംഘത്തിൻ്റെ പ്രവർത്തനവും ഇല്ലാതാകും. അങ്ങനെയായിരുന്നു.
ഗുരുവിന് തോന്നി ഇത് പോരാ, ഈ ചെറുപ്പക്കാരുടെ സംഘടിതമായ ഒരു സംഘം സ്ഥിരമായി ഈ നാട്ടിൽ വേണം. കാരണം വാവ് മാത്രമല്ലല്ലോ നമ്മളുടെ ജീവിതത്തിൽ. ചില വീട്ടുകളിൽ വിവാഹം ഉണ്ടാവും, ചില വീടുകളിൽ മരണമുണ്ടാവും. ഇവിടെയൊക്കെ ഈ ചെറുപ്പക്കാർക്ക് സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് സമൂഹത്തിലെ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വോളണ്ടറി കോർ എന്നുള്ള നിലയിൽ ഒരു സ്ഥിര സംഘം ആക്കി മാറ്റി തീർക്കണം ഇത് എന്ന് തീരുമാനിക്കുകയാണ്. അതിൽ ഈ പൽപ്പുവിൻ്റെ സഹോദരനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് ഗുരുവിന് തോന്നി ഇത്രമാത്രം ചെയ്താൽ പോരാ, ഇതൊരു വലിയ സംഘടനയാക്കി മാറ്റി തീർക്കണമെന്ന് പറഞ്ഞിട്ടാണ് 1903 തിരുവനന്തപുരത്ത് കമലാലയ എന്നു പേരായ ഒരു ബംഗ്ലാവിൽ വെച്ചാണ് കുറേ പ്രതിനിധികളെ 10-50 പ്രതിനിധികളെ വിളിച്ചു കൂട്ടി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അദ്ദേഹം രൂപീകരിക്കുന്നത്. അതാണ് SNDP ആയിത്തീരുന്നത്. ആ SNDP യോഗത്തിൻ്റെ സ്ഥിര അധ്യക്ഷൻ നാരായണ ഗുരുസ്വാമിയും ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവും ആയിരുന്നു. അതിന് ജനറൽ സെക്രട്ടറി ആയിട്ട് 1902 നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആശാനെയാണ്. അങ്ങനെ 1902 കേരളത്തിൽ വന്നിട്ട് 1903 SNDPയുടെ ജനറൽ സെക്രട്ടറിയായി ആശാൻ അവരോധിക്കപ്പെടുകയും 16 കൊല്ലക്കാലം അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തു. ഈ 16 കൊല്ലത്തെ അക്ഷീണമായ നിസ്തന്ധരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ആശാൻ സ്ഥാനമൊഴിയുമ്പോൾ SNDP കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായിത്തീർന്നു, ഏറ്റവും സമ്പന്നമായ സംഘടനയായിത്തീർന്നു. അംഗബലം കൊണ്ടും സമ്പത്ത് കൊണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായി മാറിത്തീർന്നത് ആശാൻ്റെ കാർമ്മികത്വത്തിലാണ്. നമുക്കറിയാം ഒരു സംഘടന കെട്ടിപ്പടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ. എന്ന് മാത്രമല്ല, അങ്ങനെ കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഈ കെട്ടിപ്പടുത്തവരുടെ സ്ഥാനത്തിരിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ സമൂഹത്തിലുണ്ടാവും. ഇപ്പോഴും നമ്മൾ കാണുന്നത് തന്നെയാണ്. SNDPക്ക് 2 പേരെ അനാവശ്യമായി തോന്നി. ഒന്ന് നാരായണ ഗുരുവിനെയും ഒന്ന് കുമാരനാശാനെയും. അതുകൊണ്ട് നാരായണ ഗുരുവിനെ ആജന്മ പ്രസിഡൻ്റാക്കി പ്രതിഷ്ഠിക്കുകയും അധികാരം മുഴുവൻ സെക്രട്ടറിയുടെ കയ്യിലേക്ക് മാറ്റുകയും ചെയ്തു. അതാണിപ്പോഴും SNDPയുടെ ഭരണഘടന. നമുക്ക് SNDPയുടെ സെക്രട്ടറിയെ ഇപ്പോൾ അറിയാം, SNDPയുടെ പ്രസിഡൻറ്റിനെ നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് വാസ്തവം. മറ്റ് സംഘടനകളുടെയൊക്കെ തന്നെയാണ്. NSSൻ്റെ അത് തന്നെയാണ്. NSSൻ്റെ സെക്രട്ടറിയെ നമുക്കറിയാം, NSSൻ്റെ പ്രസിഡൻ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അദ്ദേഹത്തിന് അധികാരമൊന്നുമില്ല, ഒക്കെ സെക്രട്ടറിയാണ് നടത്തുന്നത്. അങ്ങനെ ആശാനെ അവിടെ നിന്ന് പുകച്ച് പുറത്ത് അടിക്കുകയാണ് ചെയ്തത്. SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ആശാനെ രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. അത്ര വലിയ സമ്മർദ്ദമായിരുന്നു. പക്ഷേ അങ്ങനെ ഒഴിഞ്ഞപ്പോൾ ആശാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നു പേരായിട്ടൊരു കവിത. ആ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നുള്ള കവിതയിൽ ആശാൻ പറയാതെ പറഞ്ഞ കാര്യം, ഭാവി മലയാളം കുമാരനാശാനെ ഓർക്കുക SNDPയുടെ പ്രഥമ സെക്രട്ടറി എന്നുള്ള നിലയിലല്ല, മലയാള ഭാഷയുള്ള അത്രയും കാലം അവരുടെ ഏറ്റവും മികച്ച കവി എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നുള്ള കൃതിയിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായത്. നാരായണ ഗുരുസ്വാമി തൻ്റെ സന്യാസി ശിഷ്യന്മാരെ ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് അതുവരെ SNDPക്ക് ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ ഭരിക്കാൻ ആ സന്യാസി ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയുണ്ടായി. അതാണ് ശിവഗിരിയിലെ സന്യാസി മഠം നമുക്ക് കണ്ടെത്തുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ SNDP നാരായണ ഗുരുസ്വാമിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. സ്വാമിക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വാമിയെയും വേണ്ട എന്ന് പത്രക്കുറിപ്പ് എഴുതാനുള്ള ധിക്കാരം പോലും അവർ കാണിക്കേണ്ടായിരുന്നു. ഈ അഗ്നിപരീക്ഷണത്തിൻ്റെ നാളുകളിലൂടെയൊക്കെയാണ് ആശാൻ കടന്നു വന്നത്. ഒരുപാട് ലോകാനുഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു പക്ഷേ വള്ളത്തോളിനും ഉള്ളൂരിനും ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച അനുഭവങ്ങൾ ഒരുപാട് ആശാനുണ്ടായിരുന്നു. ആ അനുഭവത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആശാൻ്റെ സ്വാതന്ത്ര്യബോധത്തെപ്പറ്റി നമ്മൾ പറയേണ്ടത്. അതല്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല.
ഇവിടെ അവരെ നേരിട്ടിരുന്ന, ആശാനെ നേരിട്ടിരുന്ന വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർണ സമുദായത്തിൽപ്പെട്ടു എന്നുള്ള ആളാണ്. ഈഴവരുടെ ഇടയിൽ തന്നെ പല അവാന്തര വിഭാഗങ്ങളുണ്ട്. അങ്ങനെയായിരുന്നല്ലോ നമ്മളുടെ ജാതി വ്യവസ്ഥയുടെ ഒരു ഘടന, അങ്ങനെയായിരുന്നല്ലോ. ഇപ്പം നായന്മാരുടെ ഇടയിലൊക്കെ ആണെങ്കിൽ എത്രയോ തരം നായന്മാരാണ്. അകത്ത് ചേർന്ന നായർ, പുറത്ത് ചേർന്ന നായർ, അത് അടിയോടി, ഏറാടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. ഇതൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് വ്യത്യാസം. ചില കുടുംബങ്ങൾ അങ്ങനെയാണ് എന്ന് പറയും. ആശാൻ ഈഴവ സമുദായത്തിൽ താരതമ്യേന താണ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ആശാനെ പറ്റിയുള്ള അനുസ്മരണങ്ങൾ അത് പറയുന്നുണ്ട്. ഏതോ ഒരു ഈഴവ പ്രമാണിയുടെ വീട്ടിൽ കല്യാണത്തിന് കവിയായ ആശാനെ ക്ഷണിച്ച് അദ്ദേഹം ചെന്നു കഴിഞ്ഞപ്പോൾ ഈഴവ പ്രമാണിമാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരായ ആളുകൾ ഇരിക്കുന്ന പന്തിയിൽ ഇരിക്കാൻ ആശാനെ അനുവദിച്ചില്ല. അവരുടെ ഊണ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പന്തിയിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു കലാപമൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ച് ആശാൻ ഒഴിഞ്ഞു മാറിയെന്നു, മതി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുകയുണ്ടായത്. അത്ര രൂക്ഷമായിരുന്നു ജാതി വ്യത്യാസം. മുട്ടിന് താഴെ ഇറക്കമുള്ള മുണ്ടെടുക്കാൻ വയ്യ, സ്കൂളിൽ പഠിക്കാൻ വയ്യ, സ്കൂളിൽ പോകാൻ പറ്റില്ല. ഇതൊക്കെ ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. 1910 കൊല്ലത്ത് ഉള്ള ഒരു സ്കൂളിൽ 2-3 ഈഴവ കുട്ടികളെ കൊണ്ടുവന്ന് ചേർത്തപ്പോൾ ആ സ്കൂളിലുണ്ടായിരുന്ന സവർണ ഹിന്ദുക്കൾ മുഴുവൻ TC വാങ്ങിപ്പോയി. അവിടെ 8-10 ഈഴവ കുട്ടികൾ മാത്രമായി. അപ്പോഴാണ് അയ്യങ്കാളി പഞ്ചമി എന്ന് പേരുള്ള പുലയക്കുട്ടി ഉൾപ്പെടെ 2 കുട്ടികളെ അവിടെ കൊണ്ടുപോയി ചേർത്തത്. എല്ലാ ഈഴവ കുട്ടികളും TC വാങ്ങിച്ചു പോയി. ആ സ്കൂൾ പൂട്ടേണ്ടി വന്നു. ഇത് ചരിത്രത്തിലുള്ള വസ്തുതയാണ്. എന്തൊരു ഭീകരമായ അന്തരീക്ഷമാണ് നിലനിന്നിരുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു. കറവ പശുവിനെ വളർത്താൻ ഈഴവന് അധികാരമില്ല. ഇമാതിരി പീഡാനുഭവങ്ങളുടെ അഗ്നിമകുണ്ഡത്തിലൂടെയാണ് ആശാൻ തൻ്റെ സമുദായത്തെ മുമ്പോട്ട് നയിക്കാൻ അശ്രാന്തമായി ശ്രമിച്ചു പോന്നിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ആശാന് സഹായകമായി തീർന്നത് ബുദ്ധമതം ആണ്. പക്ഷെ ആശാൻ ഒരിക്കലും ബുദ്ധമതാനുയായി ആയിരുന്നില്ല. ആശാൻ്റെ കൃതികളിലൊക്കെ ബുദ്ധനെ പറ്റിയുള്ള പരാമർശങ്ങൾ, ഇപ്പോൾ കരുണയിലാണെങ്കിൽ ഉപഗുപ്തൻ എന്ന ബുദ്ധ സന്യാസിയെ പറ്റിയാണ് പറയുന്നത്. ആശാൻ്റെ പ്രധാനപ്പെട്ട പല കൃതികളും ചണ്ഡാലഭിക്ഷുകിയിൽ ബുദ്ധനെ പറ്റിയാണ് പറയുന്നത്. ഇതൊക്കെയാണെങ്കിൽ പോലും ആശാൻ ബുദ്ധമതാനുയായി ആയിരുന്നില്ല. മാത്രമല്ല, ഈ പീഡനങ്ങൾ, ജാതിയുടെ പേരിലുള്ള ഈ പീഡനങ്ങൾ ധാരാളമായി വന്നു കഴിഞ്ഞപ്പോൾ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് അന്നൊരു മൂവ്മെൻ്റ് ഉണ്ടായി. ഇവിടുത്തെ ഈഴവർ മുഴുവൻ ക്രിസ്തുമതം സ്വീകരിക്കണം എന്ന്, അതല്ലെങ്കിൽ ബുദ്ധമതം സ്വീകരിക്കണം എന്ന്. ഒരു വൈദേശിക മതമായ ക്രിസ്തുമതം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ബുദ്ധമതം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അന്ന് മലബാറിലെ പ്രമാണിയായിരുന്ന മിതവാദി കൃഷ്ണൻ സിലോണിൽ നിന്ന് ഒരു ബുദ്ധ സന്യാസിയെ കോഴിക്കോട്ട് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ധർമ്മസ്കന്ധൻ എന്നു പേരായ ഒരു ബുദ്ധ സന്യാസിയെ അവിടെ കൊണ്ടുവന്ന് താമസിച്ചു. അവിടെ ചെന്നാൽ ആർക്കും ബുദ്ധമതം സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോവിലൻ പറയുന്നുണ്ട്. ഈ ധർമ്മസ്കന്ധൻ കേരളത്തിലെ പര്യടനത്തിനിടയിൽ കോവിലിൻ്റെ നാട്ടിൽ വന്നതും കോവിലിന് അദ്ദേഹത്തെ കണ്ടതുമായ കഥകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആശാൻ അന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാൻ പാടില്ല. മതപരിവർത്തന രസവാദം എന്നാണ് ആശാൻ്റെ ആ ലേഖനത്തിന്. അധികാരം വായിച്ചിട്ടില്ലാത്ത ലേഖനമായിരിക്കും. മതപരിവർത്തന രസവാദം എന്ന പേരിൽ ആശാൻ അന്ന് ഒരു ലേഖനം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഹിന്ദുമതത്തിലെ അനാചാരങ്ങളെ ഭയന്ന് നിങ്ങൾ ക്രിസ്തുമതത്തിലേക്കോ ബുദ്ധമതത്തിലേക്കോ പോയാൽ അത് ഹിന്ദുമതത്തിലെ ഈ അനാചാരങ്ങളെ നിങ്ങൾ മൗനമായി അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അതല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനോട് പൊരുതുകയാണ് നിങ്ങൾ വേണ്ടത് എന്നാണ് ആശാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ബുദ്ധമതം ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആശാന് ഈ നിരീശ്വരനായ ഈശ്വരവിശ്വാസം, ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന് പറയാത്ത ബുദ്ധമതം അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഈ 2 ആശയങ്ങൾ ബുദ്ധമതത്തിൽ ആശാൻ സ്വീകരിക്കും. പക്ഷേ
അതിലെ ബുദ്ധമതം ദൈവത്തെപ്പറ്റി പറയുന്നില്ല. ബുദ്ധമതം ജാതി വ്യത്യാസം ഇല്ല എന്ന് പറയുന്നു, ആശാന് സ്വീകാര്യം. മതവ്യത്യാസം ഇല്ല എന്ന് പറയുന്നു, അത് ആശാന് സ്വീകാര്യം. പക്ഷേ ബുദ്ധനോട് ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. അഗ്നോസ്റ്റിസിസം എന്നാണ് പറയുന്നത്, സന്ദേഹവാദം ആണ്. വർദ്ധമാന മഹാവീരനോട്, ജൈനമതക്കാരനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. ജൈനമതക്കാരൻ നാസ്തികരാണ്, ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ബുദ്ധമതക്കാർ ഈശ്വരനില്ല എന്നോ ഉണ്ടോ എന്നോ പറയാത്തവരാണ്. അഗ്നോസ്റ്റിസിസം, സന്ദേഹവാദം എന്നാണ് പറയുന്നത്. പക്ഷെ നാരായണ ഗുരുവിൻ്റെ മതം അതല്ല, ഈശ്വരനുണ്ട് എന്ന് തന്നെയാണ്. അതായിരുന്നു ആശാൻ്റെ മതം. അതുകൊണ്ടാണ് ആശാൻ ബുദ്ധമതം സ്വീകരിക്കാതിരുന്നത്. എന്നിട്ട് ഈ ജാതിക്കെതിരായിട്ടുള്ള സമരമാണ് ആശാൻ്റെ സ്വാതന്ത്ര്യ സമരം. അത് മാത്രമാണ് അതിൻ്റെ അതിർത്തി. എങ്ങനെ ആശാൻ്റെ കവിതകളിൽ മാത്രമല്ല, ആശാൻ്റെ സ്വാതന്ത്ര്യ ബോധത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആശാൻ്റെ കവിതകളല്ല വായിക്കേണ്ടത്. അദ്ദേഹം വിവേകോദയം എന്ന പേരായ മാസികയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള മുഖപ്രസംഗങ്ങൾ, ലേഖനങ്ങൾ, തിരുവിതാംകൂർ നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ, ഇതൊക്കെയാണ് ജാതിയെപ്പറ്റി ആശാൻ പറയുന്നത്. ഈ ജാതിയുടെ നിരർത്ഥകതയെപ്പറ്റിയാണ് ആശാൻ അക്കാര്യത്തിലൊക്കെ പറഞ്ഞത്. നിങ്ങൾ ചണ്ടാലഭിക്ഷയിൽ ഏതെങ്കിലും വരി എടുത്തിട്ട് പുല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ എന്നുള്ള വരികൾ എടുത്തതിലോ, ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ എന്നുള്ള വരികളൊക്കെ എടുത്തുദ്ധരിച്ച് ഇത് ആശാൻ്റെ വരികളാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഇത് ആശാൻ്റെ വരികളല്ല, ആശാൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ വരികളാണ്. ബുദ്ധൻ പറയുന്നതായിട്ടാണ് ആശാൻ അതിൽ ചിത്രീകരിച്ചിരുന്നത്. ബുദ്ധൻ പറയുന്നതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതെങ്ങനെ ആശാൻ്റെ വരിയാവുന്നു? തൻ്റെ ഒരു കഥാപാത്രം ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആവാം എന്നുള്ളത് സമ്മതിക്കുന്നു. ഇവിടെ താത്വികമായ ആശാനും ഇതേ ആശയം തന്നെയാണ് ഉണ്ടായിരുന്നതെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ബുദ്ധനാണിത് പറഞ്ഞത്, കുമാരനാശാനല്ല ഇത് പറഞ്ഞത്. ആശാനും ഇത് തന്നെയായിരിക്കും പറയുമായിരുന്നത് എന്നുള്ളിടത്തും എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഇത് ആശാൻ്റെ വരികളാണ് എന്നല്ല പറയേണ്ടത്. തൻ്റെ ആശയം അല്ലെങ്കിൽ ബുദ്ധൻ്റെ ആശയം തൻ്റെ ആശയം തന്നെയാണ് എന്നുള്ള നിലയിലാണ് ആശാൻ അത് അവതരിപ്പിച്ചത്. ഈ പാരതന്ത്ര്യത്തിൽ നിന്നും, ഈ അടിമത്തത്തിൽ നിന്നും, ജാതി വിവേചനത്തിൽ നിന്നും ആശാനെ രക്ഷിച്ചു നിർത്തിയത് എന്താണ്? ബ്രിട്ടീഷ് മേൽക്കോയ്മയാണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മയാണ്. അതുകൊണ്ട് കുമാരനാശാൻ ബ്രിട്ടീഷ് ഭരണാധികാരികളെ അനുകൂലിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ലേഖനങ്ങളിൽ നമ്മളത് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടെന്താ കുഴപ്പം? ചന്തുമേനോൻ അങ്ങനെയായിരുന്നല്ലോ. ചന്തുമേനോൻ ഇന്ദുലേഖയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇന്ത്യ ഇംഗ്ലണ്ട് പോലെ ആവണം എന്നാണ് വാചകം. ഇന്ത്യ ആവരുത്, ഇന്ത്യ ഇംഗ്ലണ്ട് പോലെ ആവണം എന്നാണ് ചന്തുമേനോൻ പറഞ്ഞത്. അതുകൊണ്ട് ചന്തുമേനോൻ പിന്തിരിപ്പനാണ്. മിതവാദി കൃഷ്ണൻ ഇംഗ്ലീഷുകാർ പോയിക്കഴിഞ്ഞാൽ ഈ നാട് നശിക്കും എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. മിതവാദി കൃഷ്ണൻ ആശാൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. വീണപൂവ് എഴുതിയിട്ട് കുമാരനാശാൻ താനൊരു പത്രം നടത്തിയിട്ട്, വിവേകോദയം എന്ന നല്ല മാസിക താൻ നടത്തിയിട്ടും അതിൽ പ്രസിദ്ധീകരിക്കാതെ മിതവാദിയിലാണ് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ അർത്ഥം മിതവാദി കൃഷ്ണനുമായിട്ട് അത്രയേറെ അടുപ്പമായിരുന്നു കുമാരനാശാന് എന്നുള്ളതാണ്. ആശാൻ അദ്ദേഹത്തിൻ്റെ വിവേകോദയത്തിലെ ഒരു മുഖപ്രസംഗത്തിൽ ഗാന്ധിയോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മഹാത്മാഗാന്ധിയോടും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ നേതാവിനോടും ചോദിക്കുന്ന ബാലഗംഗാധര തിലകനോടും മഹാത്മാഗാന്ധിയോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആശാൻ തൻ്റെ വിവേകോദയത്തിലൊരു ലേഖനത്തിൽ. ഇംഗ്ലണ്ടിൽ ഒരാൾ പണക്കാരനായ മറ്റൊരാൾക്ക് വഴിമാറി കൊടുക്കേണ്ടി വരുമോ? ഇംഗ്ലണ്ടിൽ ഒരാൾ മറ്റൊരുത്തൻ്റെ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ശുദ്ധം മാറുമോ? അയാൾ വീട്ടിൽ പോയാൽ കുളിക്കേണ്ടി വരുമോ? ഇംഗ്ലണ്ടിലെ എല്ലാ ആളുകളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ? ഈ ഒരു അവസരം, ഈ തുല്യത
മനുഷ്യൻ ഒന്നാണ് എന്നുള്ള ഈ അവസ്ഥ ഇംഗ്ലണ്ടിൽ പ്രാബല്യത്തിലുണ്ട്. ആ അവസ്ഥ ഈ നാട്ടിലും വരണം. അതിന് ഒരുപാട് സഹായകമായി തീർന്നത് ബ്രിട്ടീഷ് മേധാവിത്വം ആണ്. അതുകൊണ്ടാണ് ആശാൻ ബ്രിട്ടീഷ് മേധാവിത്വത്തെ അംഗീകരിച്ച വ്യക്തിയാണ്. നമുക്കറിയാം, ഞാൻ ആ പോയിന്റ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളുടെ കവികൾ, ഇപ്പോൾ വള്ളത്തോൾ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി പറയുമ്പോഴൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്ന കാര്യം എന്താണ്? ഇന്ത്യയുടെ പഴയ മേന്മയാണ്. ഭാരതത്തിലെ പൂർവരായ ഋഷീന്ദ്രന്മാരെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. ഇന്ത്യയുടെ പൗരാണിക മേന്മയെ പറ്റിയാണ്. ദേവന്മാർ പോലും ഇന്ത്യയുടെ പൗരാണിക മേന്മയിൽ ആത്മാഭിമാനത്തിൻ്റെ മുമ്പിലൊക്കെ നിസ്സാരന്മാരാണ് എന്നുള്ള മട്ടിൽ ഭാരതമെന്ന് പേര് കേട്ടാൽ അഭിമാനപൂരിതമാവണം അന്തരംഗം എന്നൊക്കെ എഴുതി വെച്ച ആളാണ് വള്ളത്തോൾ. ഉള്ളൂരും അതുപോലെ തന്നെയാണ്. ഭാരതത്തിൻ്റെ പഴയ മേന്മകളെപ്പറ്റി വാഴ്ത്തിപ്പോയ ആളാണ്. എല്ലാ കാര്യത്തിലും ഇന്ത്യയിലെ പഴയ യോദ്ധാക്കന്മാരെ പറ്റി, പഴയ വീരനായികമാരെ പറ്റി ഒക്കെ ആദരവോടും അത്ഭുതത്തോടും കൂടി സന്ദർഭം കിട്ടുമ്പോഴും ചിലപ്പോഴൊക്കെ സന്ദർഭം ഉണ്ടാക്കിയും വാഴ്ത്തിയ ആളുകളാണ് ഉള്ളൂരും വള്ളത്തോളും. എത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല. കുമാരനാശാൻ്റെ കാവ്യത്തിൽ കൃഷ്ണൻ എന്നൊരു വാക്കില്ല. ശ്രീകൃഷ്ണനെ പറ്റി ആശാൻ മിണ്ടിയിട്ടില്ല. ഒരു ദിക്കിൽ മാത്രം ദുരവസ്ഥയിലൊരു ഭാഗത്ത് സാവിത്രിയെ വിവാഹം കഴിച്ച പുലയനെ പറ്റി പറയുമ്പോൾ അയാളുടെ നിറത്തെപ്പറ്റി സൂചിക്കുമ്പോൾ കാർവർണ്ണൻ എന്നൊരു പ്രയോഗമുണ്ട്. അതൊഴിച്ച് ബാക്കി ഒരു ദിക്കിലും ആശാൻ കൃഷ്ണനെ പറ്റി പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, മഹാഭാരതം തൊടാത്ത ഒരു കവി കുമാരനാശാനാണ്. ഇന്ത്യയിൽ മറ്റ് ഏത് ഭാഷ എടുത്താലും മഹാഭാരതത്തിൻ്റെ സ്വാധീനം നമ്മൾ കണ്ടെത്താൻ പറ്റും. കുമാരനാശാൻ മഹാഭാരതം തൊട്ടിട്ടേയില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയും ബാലഗംഗാധര തിലകനും അരവിന്ദ ഘോഷും വിനോബ ഭാവയും ഒക്കെ ഉയർത്തിപ്പിടിച്ചൊരു പുസ്തകം ഭഗവത്ഗീതയാണ്. അരവിന്ദൻ ഭഗവത്ഗീത വ്യാഖ്യാനിച്ച ആളാണ്. ബാലഗംഗാധര തിലകൻ ഭഗവത്ഗീത വ്യാഖ്യാനിച്ച ആളാണ്. വിനോബ ഭാവെ ഭഗവത്ഗീത വ്യാഖ്യാനിച്ച ആളാണ്. ഗാന്ധിജി ഭഗവത്ഗീതയെപ്പറ്റി എഴുതിയ ആളാണ്. നിരീശ്വരവാദിയായ നെഹ്റു പോലും അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ഒരു അധ്യായം ഭഗവത്ഗീതയെപ്പറ്റിയാണ് എഴുതിയിട്ടുള്ളത്. വിവേകാനന്ദൻ ഭഗവത്ഗീതയുടെ സൂക്തം പറഞ്ഞ ആളാണ്. ആശാൻ ഭഗവത്ഗീതയെപ്പറ്റി ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞുകൂടാ. ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായൊരു ശ്ലോകമുണ്ടല്ലോ, എവിടെയൊക്കെ അധർമ്മമുണ്ടാകുന്നുവോ അവിടെയൊക്കെ ആ അധർമ്മത്തെ ചെറുക്കാൻ വേണ്ടി ഞാൻ ജനിക്കുന്നു എന്ന്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. ആശാൻ ആ ശ്ലോകം ഉദ്ധരിച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ കിരീടധാരണത്തിന്. ജോർജ് 5 ചക്രവർത്തി ഡൽഹിയിൽ വെച്ച് കിരീടധാരണം നടത്തുമ്പോൾ ലോകത്തിൽ എവിടെയൊക്കെ അനീതി ഉണ്ടാവുമോ ആ അനീതിയെ തകർക്കാൻ വേണ്ടി ചക്രവർത്തിയായി താൻ അവതരിക്കുന്നു എന്നാണ് ആശാൻ എഴുതി വെച്ചത്. വളരെ കൃത്യമായിട്ടും ബ്രിട്ടീഷ് അധികാരത്തോട് കൂടിയാണ് ആശാൻ നിന്നിരുന്നത്. അക്കാലത്ത് നടന്നിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം അതിനെപ്പറ്റിയുള്ള മുഖപ്രസംഗത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, സവർണ മേധാവിത്വം അല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ വരിക? ഞങ്ങളെപ്പോലെയുള്ള അവർണർക്ക് അപ്പോഴും അവഗണനയല്ലേ ഉണ്ടാവുക എന്ന് കൃത്യമായി വലിയ ദാർശനികൻ്റെ കാഴ്ചപ്പാടോടുകൂടി ആശാൻ അന്ന് ചോദിച്ചിട്ടുണ്ട്. 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജാതിധ്വംസനം അതിൻ്റെ ഒരു പ്രോഗ്രാമായി ആദ്യം അംഗീകരിക്കുക പോലും ചെയ്യുന്നത്. ആനി ബസന്റിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ്. അതാണ് സംഭവം. അതിൻ്റെ ബഹിഷ്കരണം പിന്നീട് വരുന്നത് വൈക്കം സത്യാഗ്രഹത്തിലാണ്. അതിനു മുമ്പ് ആശാൻ മരിക്കുകയും ചെയ്തു. ആശാൻ്റെ കാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത് മാപ്പിള ലഹളയാണ്. മാപ്പിള ലഹളയെപ്പറ്റി നമ്മളുടെ ചരിത്രകാരന്മാർ 2 വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത്. എന്തൊക്കെയാണ് ആ 2 വ്യാഖ്യാനങ്ങൾ? ഒന്ന്, ഭൂമിയുടെ ഉടമസ്ഥന്മാർ മുഴുവൻ
ഹിന്ദുക്കളായിരുന്നു. അധികവും നമ്പൂതിരിമാരും നായർ പ്രഭുക്കന്മാരും അടിയോടിമാരും അങ്ങനത്തെ കുറേ പ്രമാണിമാരായിട്ടുള്ള ഹിന്ദുക്കളായിരുന്നു. 90% ഭൂമിയുടെ അധിപന്മാർ. പണിയെടുത്തിരുന്നത് ഏറനാട്ടിലും പൊന്നാനിയിലും പെരിന്തൽമണ്ണയിലുമൊക്കെ ഭൂമിയിൽ പണിയെടുത്തിരുന്നത് അധികവും മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിങ്ങളാണ് പാടത്തിറങ്ങി ഉഴുതിരുന്നതും വെള്ളം തിരിച്ചിരുന്നതും ഞാറ് നട്ടിരുന്നതും അത്തരം ജോലികളൊക്കെ ചെയ്തിരുന്നത്. ഉടമസ്ഥന്മാർ ഹിന്ദുക്കളായിരുന്നു. കാലാകാലങ്ങളായി പണിയെടുക്കുന്നവനെ പണിയെടുക്കാത്തവൻ പീഡിപ്പിക്കുന്ന ആ സമ്പ്രദായം നിലനിന്നു കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ അളമുട്ടിയാൽ പാമ്പ് തിരിഞ്ഞു കൊത്തും എന്ന് പറയുന്ന പോലെ ഈ തൊഴിലാളി വർഗം സംഘടിച്ച് മുതലാളിത്തത്തിനെതിരെ നടന്ന ഒരു സമരമാണ് എന്ന് മാപ്പിള ലഹളയെ പറ്റിയൊരു വ്യാഖ്യാനമുണ്ട്. അത് പിൽക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അനുസരിച്ചുള്ളൊരു വ്യാഖ്യാനമാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ വ്യാഖ്യാനിച്ചത് അങ്ങനെയല്ല. അത് സവർണ ഹിന്ദുക്കളുടെ നേരെ മുഹമ്മദീയർ നടത്തിയ ആക്രമണം ആണ് എന്നാണ്. സവർണ ഹിന്ദുക്കൾക്ക് നേരെ മുഹമ്മദീയർ നടത്തിയ ജാതിപരമായൊരു പ്രത്യേകതയാണ് എന്നാണ് പറഞ്ഞത്. ആ വ്യാഖ്യാനമാണ് ആശാൻ സ്വീകരിച്ചത്. ദുരവസ്ഥയിൽ ആശാൻ ആ വ്യാഖ്യാനമാണ് സ്വീകരിച്ചത്. ബ്രിട്ടീഷുകാരുടെ വ്യാഖ്യാനമാണ് ആശാന് സ്വീകാര്യമായി തോന്നിയത്. കാരണം ഇതാണ്, 1921 വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലുമുള്ള എഴുത്തുകാരിൽ 2 പേരെ വീതം മാനിക്കാൻ തീരുമാനിച്ചു. മദ്രാശി സർവകലാശാലയുടെയാണ് മലയാളത്തിൽ ആരെയൊക്കെ മാനിക്കണം എന്നുള്ളത് നിശ്ചയിക്കാൻ കൽപ്പിച്ചത്. 2 പേരെയാണ് തിരഞ്ഞെടുത്ത്, മഹാകവി വള്ളത്തോളിനെയും മഹാകവി കുമാരനാശാനെയും. വള്ളത്തോൾ മലബാറുകാരനാണ്. ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള ആളാണ്. ആശാൻ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള ആളല്ല, തിരുവിതാംകൂറിലെ രാജാവിൻ്റെ കീഴിലുള്ള ആളാണ്. ഇതിൽ വള്ളത്തോൾ ആ പുരസ്കാരം നിരസിച്ചു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. നേരെ മറിച്ച് കുമാരനാശാൻ അത് സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് കുമാരനാശാൻ അത് സ്വീകരിച്ചത്? താണവർഗക്കാരെന്നുള്ള നിലയിൽ തങ്ങളെ ചവിട്ടിക്കൂട്ടുന്ന ഈ രാജവാഴ്ചയ്ക്കെതിരെ തങ്ങൾക്ക് അല്പമെങ്കിലും സംരക്ഷണം നൽകുന്നത് ബ്രിട്ടീഷ് മേൽക്കോയ്മയാണ് എന്ന് ആശാൻ ധരിച്ചിരുന്നു. ആ ബ്രിട്ടീഷ് ചക്രവർത്തി നേരിട്ട് നൽകുന്ന ഒരു സമ്മാനം സ്വീകരിക്കേണ്ടത് തൻ്റെ ധാർമ്മികമായ ചുമതലയാണ് എന്ന് ആശാൻ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ആശാനെ പോലെ ഒരാൾക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കഷ്ടം അതല്ല. ആശാന് അന്ന് ഒരു സാൽവയും ഒരു സ്വർണ്ണ പതക്കവും ഒരു പ്രശസ്തി പത്രവും ആണ് കൊടുത്തത്. ആ പ്രശസ്തി പത്രത്തിൽ ആശാൻ മഹാകവിയാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മളെ ചരിത്രത്തിൽ ഒരു നിരമ്പൊക്കെയുള്ള കാര്യമാണ്. ആശാൻ സ്മാരകത്തിൽ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് പോയറ്റ് ലൊറേറ്റ് ആസ്ഥാന മഹാകവി പട്ടം കൊടുത്തു എന്നാണ്. അത് ശുദ്ധ അസംബന്ധമാണ്. അന്ന് ആസ്ഥാന കവി എന്നൊരു പദവി തന്നെ ഇല്ല. അത് വെറുതെ കൊടുത്താണ്. മഹാകവി പട്ടമാണോ കൊടുത്തത് എന്നുള്ളതിനെ പറ്റിയും തീർച്ചയില്ല. ആദരിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അതിൽ അദ്ദേഹത്തിന് കൊടുത്ത പ്രശസ്തി പത്രത്തിൽ എഴുതിയത് എന്താണെന്നറിയാമോ? മാരാരാശ്രീ എന്നുവെച്ചാൽ മഹാരാജ രാജമാന്യശ്രീ എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് മാരാരാശ്രീ. മാരാരാശ്രീ കുമാരനാശാൻ ബ്രാക്കറ്റിൽ ഈഴവൻ എന്നുകൂടി എഴുതിയിട്ടാണ് ഈ പ്രശസ്തി പത്രം കൊടുത്തത്. ഇതൊരു രൂക്ഷമായിട്ടുള്ള ജാതി സ്പർദ്ധയായിരുന്നു എന്ന് നമുക്ക് ആലോചിച്ചു. അങ്ങനെയാണ് ആ പത്രം കൊടുക്കുന്നത്. ആ പത്രം നമുക്കിപ്പോഴും കിട്ടുന്നുണ്ട്, വായിക്കാം. ആ നിലയിലാണ് ചെയ്തത്. വള്ളത്തോൾ അസാമാന്യമായ ധൈര്യമാണ് കാണിച്ചത് ചക്രവർത്തിയുടെ ഈ ഉപഹാരം വേണ്ട എന്ന് പറയാൻ. ജയിലിൽ പോകാവുന്ന കാര്യമാണ്. ചക്രവർത്തി കൽപ്പിച്ച് എഴുതുന്ന ഒരു ബിരുദം ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത്. ഇന്ന് ഒരു അക്കാഡമി അവാർഡ് സ്വീകരിക്കുകയും കുറച്ച് ദിവസം കഴിഞ്ഞ് അത് തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും പ്രശസ്തി നേടുകയും ചെയ്യുന്നവരുടെ ചുളു പണിയൊന്നുമല്ല. ജയിലിൽ പോകേണ്ട കാര്യമാണ് ചെയ്തിരുന്നത്. പക്ഷെ വള്ളത്തോൾ അത് ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടല്ല ആശാനെ ബന്ധിപ്പിക്കേണ്ടത്. നേരെ മറിച്ച് അധകൃത സമൂഹത്തെ ഉന്നയിക്കുന്നതിന് വേണ്ടി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ദീർഘസാഹസികമായ സമരത്തിലാണ് ആശാൻ നിർണായകമായ പങ്ക് വഹിച്ചത്.
ഗുരുവിൻ്റെ ഒരു വാചകം കൂടി ഞാൻ ഉദ്ധരിക്കുകയാണ്. ഗുരുവിനോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, ആരാണ് അങ്ങേക്ക് സന്യാസം തന്നത് എന്ന്. ഗുരു ഒരു ചിരിയോടുകൂടി പറഞ്ഞു, ബ്രിട്ടീഷുകാരാണ് എനിക്ക് സന്യാസം തന്നത് എന്ന്. ബ്രിട്ടീഷുകാരാണ് എനിക്ക് സന്യാസം തന്നത് എന്ന് ഗുരു പറഞ്ഞപ്പോൾ അതിലുള്ള മുള്ളും പരിഹാസവും ഉണ്ടല്ലോ, കൃത്യമായി അതാണ് ആശാൻ്റെ സ്വാതന്ത്ര്യബോധം എന്നുള്ള നിലയിൽ നമ്മൾ കൽപ്പിക്കുന്നത്. അപ്പോൾ ചോദിക്കാം, ഈ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് ആശാൻ എഴുതിയതോ? അത് പൂവിൻ്റെ ഉള്ളിലെ തേൻ നുകരാൻ വേണ്ടിയിട്ട് വണ്ടുകളോട് ആഹ്വാനം ചെയ്യുന്നതാണ്. നിങ്ങൾ പറന്നു ചെന്ന് ആ പൂവിൻ്റെ ഉള്ളിലെ തേൻ നുകർന്നോളൂ, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞു വരുന്ന ആളുകളെ നിങ്ങളുടെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് കുത്തി ഓടിച്ചോളൂ എന്നാണ് ആ കവിതയിൽ പറയുന്നത്. ഈ പൂവിൻ്റെ ഉള്ളിലെ തേൻ എന്ന് പറയുന്നത് മനുഷ്യ സമുദായം നേടിയെടുത്ത അറിവാണ്, വിജ്ഞാനമാണ്. ഈ വിജ്ഞാനം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നേടിയെടുക്കാൻ നിങ്ങൾ പള്ളിക്കൂടങ്ങളിൽ പൊക്കോളൂ. അവിടെ നിങ്ങളെ തടയാൻ വരുന്ന ആളുകളെ നിങ്ങളുടെ കരുത്തുപയോഗിച്ച് കുത്തി ഓടിച്ചോളൂ എന്ന് തന്നെയാണ് ആശാൻ പറയുന്നത്. അതല്ലാണ്ട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമൊന്നുമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസയായിരുന്നില്ലേ? നിങ്ങളുടെ കൊമ്പ് കൊണ്ട് അതിനെ കുത്തി ഓടിച്ചോളൂ എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് ഹിംസയല്ലേ? ആശാൻ പറഞ്ഞത് അറിവ് നിങ്ങളുടെ ജന്മാവകാശമാണ്, മനുഷ്യൻ്റെ ജന്മാവകാശമാണ്. മാനവരാശി നേടിയെടുത്ത അറിവ് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തുന്നതിന് ആർക്കും അധികാരമില്ല എന്നുള്ളതാണ്. ഇതാണ് ആശാൻ്റെ സ്വാതന്ത്ര്യബോധം. അതൊരു നാടിൻ്റെ സ്വാതന്ത്ര്യമല്ല, അത് മാനവരാശിയുടെ സ്വാതന്ത്ര്യമാണ്. എവിടെയൊക്കെ മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നുവോ, എവിടെയൊക്കെ മനുഷ്യർ പുറം കൈ കൊണ്ട് വകഞ്ഞു മാറ്റപ്പെടുന്നുവോ, അവിടെയൊക്കെയാണ് ഈ മഹാകവിയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി മാറുന്നു എന്നുള്ള ചെറിയ ലോകത്തിലല്ല ആശാൻ്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾ കാണുന്നത്. നിന്ദിതരും പീഡിതരും മനുഷ്യരായി ഉയരുന്ന മഹാലോകത്തിൻ്റെ ശബ്ദമാണ് ആശാൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദം. അദ്ദേഹത്തെ നമ്മളൊരു രാഷ്ട്രീയ കളിയിലേക്ക് ഒതുക്കി നിൽക്കുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം കുമാരനാശാൻ്റെ സ്നേഹസങ്കല്പത്തെപ്പറ്റിയാണ്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു, സ്നേഹത്തെ കരുതി 100 ആവർത്തിച്ചെത്തിയിടുവിൻ, ആഹന്ത കോശമിക ഞാൻ എഴുതിയിടിലേക്കും, സ്നേഹത്തിന് ആത്മസുഖമെന്നൊരു സ്വപ്നം കൂടി. ഇങ്ങനെ പല ദിക്കുകൾ ആശാൻ സ്നേഹത്തെപ്പറ്റി പറയുന്നുണ്ട്. മുണ്ടശ്ശേരി മാഷിത് പറഞ്ഞിട്ടുണ്ട്. സ്നേഹഗായകനാണ് കുമാരനാശാൻ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. പിൽക്കാലത്ത് മുണ്ടശ്ശേരിയുടെ കൃതികൾ മാത്രം വായിക്കുകയും ആശാൻ്റെ കൃതികൾ വായിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ മുണ്ടശ്ശേരി പറഞ്ഞത് സത്യമാണ് എന്നുള്ള നിലയിലാണ് ആശാനെപ്പറ്റി പറയുന്നത്. നമ്മളുടെ പുതിയ തലമുറയിലെ കുട്ടികളാകുമ്പോൾ അവർ മുണ്ടശ്ശേരിയും വായിച്ചിട്ടില്ല, ആശാനും വായിച്ചിട്ടില്ല. മുണ്ടശ്ശേരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞ് കേട്ടിട്ടുള്ളതുകൊണ്ട് ആശാൻ സ്നേഹഗായകനാണ് എന്ന് ആവർത്തിച്ചു വരികയാണ് ചെയ്യുന്നത്. ആശാൻ സ്നേഹഗായകനാണോ വാസ്തവത്തിൽ? ആശാൻ്റെ കൃതികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുന്നു. നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, കരുണ, ഈ കൃതികളൊക്കെ എവിടെയെങ്കിലും സ്നേഹം സാഫല്യമടഞ്ഞതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും? ആശാൻ പറഞ്ഞ മുഴുവൻ സ്നേഹവിജയത്തിൻ്റെ കഥകളല്ല, സ്നേഹഭംഗത്തിൻ്റെ കഥകളാണ്. ഒരിക്കലും സ്നേഹവിജയത്തിൻ്റെ കഥ പറഞ്ഞില്ല. വള്ളത്തോളൊരിക്കൽ പറയുന്നുണ്ട്, പാവയെ കൊടുത്ത കൈ തന്നെ പത്നിയെയും സാവധാനമായി തിരഞ്ഞെടുത്തു കൊടുത്തേനെ എന്ന്. ചെറുപ്പക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അതാണ് വള്ളത്തോൾ പറയുന്നത്. കുട്ടിക്കാലത്ത് തൻ്റെ മക്കൾക്ക് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന അച്ഛൻ പാവയെ കൊടുത്ത കൈ തന്നെ പത്നിയെയും സാവധാനമായി തിരഞ്ഞെടുത്തു കൊടുത്തേനെ എന്ന് വളരെ യാഥാസ്ഥിതികമായൊരു വീക്ഷണം വള്ളത്തോൾ പുറപ്പെടുവിച്ചപ്പോൾ, യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹേച്ഛയെങ്കിൽ എന്ന് ആശാൻ എഴുതി. തനിക്കിഷ്ടപ്പെട്ടവളെ സ്വീകരിക്കുന്നതിന് യുവാക്കന്മാരുടെ ഹൃദയത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ആശാൻ പ്രഖ്യാപിച്ചു. ഇനിയാണ് എൻ്റെ ചോദ്യം. അങ്ങനെ തൻ്റെ മനസ്സിനനുസരിച്ച്
ആശാൻ്റെ നായികമാർ തിരഞ്ഞെടുത്ത പുരുഷന്മാരോടൊപ്പം ഉള്ള കുടുംബജീവിതം അതേതെങ്കിലും ഒരു കുടുംബജീവിതം ഭംഗിയായിട്ടുണ്ടോ? എല്ലാം തകർച്ചയിലാണ് വന്നിട്ടുള്ളത്. നളിനിയുടെയും ദിവാകരൻ്റെയും കഥ, ലീലയുടെയും മദനൻ്റെയും കഥ, ഉപഗുപ്തൻ്റെയും വാസവദത്തയുടെയും കഥ, മാതങ്കിയുടെയും ആനന്ദഭിക്ഷുവിൻ്റെയും കഥ, ഇതൊക്കെ എടുത്തു നോക്കിക്കോളൂ. ആശാൻ പറഞ്ഞത് മുഴുവൻ വഞ്ചിക്കപ്പെട്ട പ്രേമത്തിൻ്റെ കഥകൾ മാത്രമാണ്. പിന്നെ ഇങ്ങനെ ആശാൻ ഈ സ്നേഹഗായകൻ എന്ന് പറയുന്നത് സ്നേഹത്തെപ്പറ്റിയാണോ ആശാൻ പറഞ്ഞത്? ആശാൻ പറഞ്ഞത് കാരുണ്യത്തെ പറ്റിയാണ്. സ്നേഹത്തിൻ്റെ ഗായകനല്ല, കാരുണ്യത്തിൻ്റെ ഗായകൻ എന്ന് വേണം ആശാനെ വിശേഷിപ്പിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപഗുപ്തനിൽ നമ്മൾ കാണുന്നത് ഈ അപാരമായ കാരുണ്യം ആണ്. ആശാൻ ലൗകിക ജീവിതത്തിലേക്ക് കടന്നു വന്ന എഴുത്തുകാരനാണ് എന്നുള്ളത് കൂടി നിങ്ങളിതിനോട് കൂട്ടി വായിക്കണം. ആദ്യകാലത്തൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത് കുമാരനാശാൻ നാരായണഗുരുസ്വാമിയുടെ പിന്നാലെ നടന്ന് സന്യാസിയാവും തന്നെയാണ്. ചിന്നസ്വാമി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ആശാൻ്റെ ആദ്യകാല കൃതികളൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് നിജാനന്ദ വിലാസം എന്നു പേരായിട്ട് ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നിജാനന്ദ വിലാസം എന്ന കൃതിയുടെ ഗ്രന്ഥകാരൻ്റെ പേര് സച്ചിദാനന്ദ സ്വാമികൾ എന്നാണ്. ആശാൻ സന്യാസിയായി കഴിഞ്ഞാൽ സച്ചിദാനന്ദ സ്വാമി എന്ന പേര് സ്വീകരിക്കും എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ 1903 SNDPയുടെ ജനറൽ സെക്രട്ടറി ആയി തീർന്നതിന് ശേഷം, ആലുവായിൽ ഓട്ട് കമ്പനി സ്ഥാപിച്ചതിന് ശേഷം ഒക്കെ ആശാൻ സന്യാസത്തിൽ നിന്ന് അകലുകയാണ് ചെയ്തത്. ചിന്നസ്വാമി എന്ന ബഹുമതി അദ്ദേഹത്തിന് അനഭിമതമായി തീർന്നു. മൂലൂർ പത്മനാഭ പണിക്കർ SNDPയുടെ 3ാം വാർഷിക സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞപ്പോൾ ചിന്നസ്വാമി എന്നാണ് കുമാരനാശാനെ വിശേഷിപ്പിച്ചത്. പക്ഷേ ആ സ്വാഗത ഗാനം പിന്നീട് വിവേകോദയം മാസികയിൽ അച്ചടിച്ചപ്പോൾ ചിന്നസ്വാമി എന്നുള്ളത് വെട്ടി ആശാൻ ധന്യനായ കുമാരനാശാൻ എന്ന് തന്നെ തിരുത്തുകയുണ്ടായി. ചിന്നസ്വാമി എന്ന പദത്തോട് അദ്ദേഹത്തിന് വിയോജിപ്പായിരുന്നു. താൻ സന്യാസിയല്ല. ഒരു സന്യാസിയാവുന്നതിന് നാരായണഗുരുസ്വാമിയുടെയോ വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെയോ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയോ ആഗമാനന്ദൻ്റെയോ അത്രയൊക്കെ ആത്മധൈര്യം വേണം. ഒരു ചട്ടമ്പി സ്വാമിയുടെ ആത്മധൈര്യം വേണം. ആ ആത്മധൈര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ സന്യാസി ആവുന്നില്ല, ലൗകിക ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് എന്നാണ്. ആ കുടുംബജീവിതം വളരെ ഹ്രസ്വമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. 6 വർഷം മാത്രമേ ആശാൻ്റെ കുടുംബജീവിതം ഉണ്ടായിരുന്നുള്ളൂ. മരണമൊഴിച്ച് ബാക്കിയൊക്കെ ആശാനെ സംബന്ധിച്ചിടത്തോളം വൈകിപ്പോയി എന്നുള്ളതാണ്. മരണം മാത്രം നേരത്തെയായിപ്പോയി എന്നുള്ളതാണ്. 53ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. ആശാൻ നല്ല കവിത എഴുതുന്നത്, വീണപൂവ് എന്ന ആദ്യ കവിത എഴുതുന്നത് 1907 അന്ന് ആശാന് 35 വയസ്സാണ് പ്രായം. 35 വയസ്സിൽ ഒരാൾ കവിത എഴുതാൻ തുടങ്ങുക. 35 വയസ്സിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ കവിത വായന നിർത്തുന്ന പ്രായം. അപ്പോഴാണ് ആശാൻ കവിത എഴുതാൻ തുടങ്ങുന്നത്. ആശാൻ വിവാഹം കഴിച്ചത് 45ാമത്തെ വയസ്സിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 45 വയസ്സായ ഒരാൾ എങ്ങനെ ഈ പറ്റിയത് ഇന്നൊന്ന് പുറത്തേക്ക് കിടക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആശാൻ കല്യാണം കഴിക്കാൻ തയ്യാറായത്. 45ാമത്തെ വയസ്സിലാണ് ചെയ്തത്. ഇതൊക്കെ വൈകി തുടങ്ങുന്ന ഇതാണ്. ആ ആശാൻ പിന്നീട് പറഞ്ഞത് മുഴുവൻ പ്രണയ നൈരാശ്യങ്ങളുടെ കഥയാണ്. നാരായണഗുരുസ്വാമി പിന്നിലുണ്ടായിരുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ നളിനിയിൽ ദിവാകരനും നളിനിയുമായിട്ടുള്ള ശാരീരിക ബന്ധം നടന്നു എന്നുള്ള കാര്യം ആശാൻ പറയാതെ പറഞ്ഞു വെച്ചത്. ലീല ഭർതൃഘാതകിയായി തന്നെയാണ് ചിത്രീകരിക്കപ്പെട്ടുള്ളത്. ചണ്ടാല ഭിക്ഷുകിയിൽ ആനന്ദഭിക്ഷു വെള്ളം കൊടുത്തിട്ട് തിരിച്ചു കൊന്ന് ഒരു മരത്തിൻ്റെ മുകളിൽ മരത്തിൽ ഒറ്റക്കാലൂന്നി നിൽക്കുന്ന നായികയെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ ആശാൻ എഴുതിയൊരു വരി നിങ്ങൾ ആലോചിച്ച് നോക്കണം. തിരികെ വന്നിട്ട് പാരിയിൽ ഒറ്റക്കാലൂന്നി നില കൊണ്ടാൽ മാരദൂതി പോലെ തെല്ലിട സുന്ദരി എന്നാണ്. മാരദൂതി പോലെയാണ്. എന്നിട്ട് അവൾ വീട്ടിൽ ചെന്നപ്പോൾ വിലയേറുമെന്തോ കളഞ്ഞു കേഴും നിലയർന്ന ബാലയും വീട് പൂക്കി അവൾ പിന്നെ അത്യന്ത ഖിന്നയായി അവശയായി പ്രത്യക്ഷ ഹേതുവന്യേ എന്ന് ആശാൻ എഴുതി. ഇവിടെ നിങ്ങൾ സ്വയം ഒരു വായനക്കാരൻ എന്നുള്ളതിൽ ചോദ്യം ചോദിക്കുന്നത്
വിലയേറുന്ന എന്താണ് അവൾക്ക് നഷ്ടപ്പെട്ടത്? ആശാൻ എന്താ അവളെ പറയാണ്ട് പറഞ്ഞത്? എന്ത് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്? വിലയേറും എന്തോ കളഞ്ഞു കേഴും നിലയാർന്ന് ആ ബാലയും വീട് പൂകി. ഇവളൊന്നും കൊണ്ടുവരുന്നില്ല കയ്യിൽ കളഞ്ഞു പോവാൻ. അപ്പോൾ പിന്നെ എന്താ അവർക്ക് നഷ്ടപ്പെട്ടത്? അവൾ പിന്നെ അത്യന്ത ഖിന്നയായി അവശയായി പ്രത്യക്ഷ ഹേതുവില്ലാതെ അവശയും ഖിന്നയുമായത് എന്തുകൊണ്ടാണ്? ആശാൻ്റെ നായികമാരൊക്കെ വീട് വിട്ടു പോയവരാണ് എന്നുള്ളത് ആലോചിക്കുന്നത്. നളിനി വീട് വിട്ടു പോയവളാണ്, ലീല വീട് വിട്ടു പോയവളാണ്, സാവിത്രി വീട് വിട്ടു പോയവളാണ്. എന്ന് മാത്രമല്ല, ഈ സ്ത്രീകളൊക്കെ സാധാരണ സ്ത്രീകളെക്കാൾ കൂടുതൽ കാമവികാരം ഉള്ളവരുമാണ്. ആശാൻ്റെ എല്ലാ നായികമാരും അങ്ങനെയാണ്. കാമവികാരത്തിൽ പുരുഷനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നവരാണ് ആശാൻ്റെ എല്ലാ നായികമാരും. ചാത്തൻ്റെ വീട്ടിൽ ചെന്ന് താമസിക്കുന്ന സാവിത്രിക്ക് ഒരു തിരിച്ചുപോക്ക് അസാധ്യമാണ് എന്നവൾക്കറിയാം. അതുകൊണ്ടാണ് അവൾ ചാത്തനെ സ്വീകരിച്ചത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആശാൻ്റെ കാവ്യങ്ങൾക്കൊക്കെ ഒന്നുകിൽ അതിലെ പ്രധാന വികാരം ആയിരിക്കും കാവ്യത്തിൻ്റെ പേര്, അല്ലെങ്കിൽ അതിൽ നായികയുടെ പേരായിരിക്കും. ആശാൻ കളിച്ച വീണപ്പൂവിനെ പറ്റിയാണ് ആശാൻ പറഞ്ഞത്, നളിനിയെ പറ്റിയാണ് പറഞ്ഞത്, ലീലയെ പറ്റിയാണ് പറഞ്ഞത്, ചണ്ടാല ഭിക്ഷുകിയെ പറ്റിയാണ് പറഞ്ഞത്, മറ്റുള്ളത്ത് കാരുണ്യത്തെ പറ്റിയാണ് പറയേണ്ടത്. ഈ പ്രഥമ വികാരത്തെയും ഇതാണ് പറഞ്ഞത്. ഈ അവിടെ ചെന്ന് ചേർന്നിട്ട് ഈ സാവിത്രി ചാത്തനെ വായിച്ച് കേൾപ്പിക്കുന്ന ഏതാണെന്നറിയാമോ ഭാഗം? കൃഷ്ണഗാഥയിലെ രാസക്രീഡയാണ്. ബാക്കി ഒരു ഭാഗമല്ല വായിച്ച് കേൾപ്പിക്കുന്നത്. കൃഷ്ണഗാഥയിലെ രാസക്രീഡ ഞാൻ വായിച്ച് കേൾപ്പിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് പായ വിരിച്ച് അയാളുടെ കൈ പിടിച്ച് ഇവൾ കിടക്കപ്പായിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടാണ് ആശാൻ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോഴും പരിഭ്രമിച്ചു പോയ ആ ചാത്തൻ്റെ കൈവിരലിനെ പറ്റി ഇവൾ കൈ കൊണ്ട് കോർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈയക്കോൽ പോലെ തണുത്ത വിരലുകൾ എന്നാണ്. ഇപ്രകാരം ഒരു തണുപ്പൻ്റെ കൂടെ ആയുഷ്കാലം ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയെപ്പറ്റി ദുരവസ്ഥ എന്നല്ലാണ്ട് എന്താ പറയുക? ആശാൻ അതാണോ ആശാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യമുണ്ട്. ആശാൻ്റെ കാവ്യങ്ങളിലെ സ്നേഹസങ്കല്പം എന്നല്ല പറയേണ്ടത്, ആശാൻ്റെ കാവ്യങ്ങളിലെ കാരുണ്യം എന്നാണ് പറയേണ്ടത്. ഇത് ബുദ്ധകാരുണ്യം ആണ്, ഇത് നാരായണ ഗുരുവിൽ നിന്ന് ലഭിച്ച കാരുണ്യം ആണ്. ഈ കാരുണ്യം ആണ് ആശാനെ അനശ്വരനായ കവിയാക്കി മാറ്റിത്തീർക്കുന്നത്. ജാതിക്കെതിരെയുള്ള പോരാട്ടമാണ് ആശാനെ നമ്മളുടെ നവോത്ഥാന നായകനും ആക്കി മാറ്റിത്തീർക്കുന്നത്. നമ്മളുടെ ഏറ്റവും വലിയ കവികളിൽ ഒരാളെ അദ്ദേഹം അർഹിക്കുന്ന രീതിയിൽ കാണാവൂ, വാഴ്ത്താവൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാഴ്ചപ്പാടിലേക്ക് അത് അവതരിപ്പിക്കുന്നത്. തീർച്ചയായും ഓരോരുത്തർക്ക് അവരുടേതായുള്ള കാഴ്ചയുണ്ടാവാം. ഇത് വളരെ ദീർഘമായി നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. അതിനുള്ള ഒരു വേദിയും അവസരവും ഇതല്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാനിതിവിടെ നിർത്തുകയും ഈ അവസരം തന്നതിന് നന്ദി പറയുകയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നന്ദി. കുമാരനാശാനെക്കുറിച്ച് ആ കാലത്തെ ചരിത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഭാവങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് ധാരണകളെ അട്ടിമറിക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നു നമ്മൾ ഇവിടെ കേട്ടത്. അതിൻ്റെ ഒരു ധന്യ മുഹൂർത്തത്തിൽ ഇവിടെ നിൽക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ 2016 മുതലാണ് ഇവിടെ ഈ കവിതാദിനം ആചരിച്ചു പോരുന്നത്. അത് കുമാരനാശാൻ്റെ വീണപൂവ് എന്ന കൃതി പ്രസിദ്ധീകരിക്കപ്പെട്ട ദിവസം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ധനു മാസം 1-ാം തീയതി ഈ മലയാള കവിതാ ദിനം ആയി ആചരിക്കുന്നത്. മലയാള കവിതയുടെ ഭാവുകത്വത്തെ ഒരു വിച്ഛേദം ഒരു മാറ്റം, അഗാധമായ ഒരു മാറ്റം സംഭവിച്ചത് വീണപൂവിൻ്റെ പ്രസിദ്ധീകരണത്തിലൂടെയാണ് എന്നുള്ളതുകൊണ്ട് ആധുനിക മലയാള കവിത വീണപൂവിൽ തുടങ്ങുന്നു എന്ന ഒരു പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടും ആണ് നമ്മൾ ധനുമാസം 1-ാം തീയതി ഈ മലയാള കവിതാ ദിനം ആയിട്ട്
ആചരിച്ചു തുടങ്ങി. നമ്മൾ ഗ്രാമീയിൽ ഇത് ആചരിക്കാൻ തുടങ്ങിയത് 2016 മുതലാണ്. അതിൽ ഒരു വർഷം മാത്രം നമുക്ക് കോവിഡിൻ്റെ അടച്ചുപൂട്ടലിൻ്റെ കാലത്ത് മാത്രം ഒരു വർഷം മാത്രം നമുക്ക് ഈ ഒരു ആചരണം മുടങ്ങിപ്പോയിട്ടുള്ളത്. മറ്റെല്ലാ വർഷങ്ങളിലും നമ്മളിത് ഒരു നേരത്തെ കവിത ആചരണം എന്നുള്ള നിലയിലും കഴിഞ്ഞ വർഷം നമ്മളൊരു മുഴുവൻ ദിവസത്തെ പരിപാടിയായിട്ട് നമ്മൾ നടത്തി. ഈ വർഷം അതിലും ഗംഭീരമായിട്ട് തന്നെ നമ്മളൊരു 5 സെഷനായിട്ട് അവസാനം ഒരു നാടകത്തിലൂടെ അവസാനിക്കുന്ന രീതിയിൽ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഈ വർഷവും നമുക്ക് നടത്താൻ കഴിഞ്ഞു. വരുന്ന വർഷങ്ങളിലും ഗ്രാമീണയ്ക്ക് സാധ്യമെങ്കിൽ നമ്മൾ കുറേ കൂടി വിപുലമായ രീതിയിൽ ഈ കവിതാ ദിനം ആചരിക്കാൻ സാധ്യമാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ കവിതാ ദിനം ആചരണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിൻ്റെ ഒരു ജനറൽ കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ കവിതാ ദിനത്തിന് ഔപചാരികമായൊരു ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.